അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. അപ്പോൾ ഓണായിട്ട് വെറൈറ്റി ആയിട്ടുള്ള കറികളാണ് ഉണ്ടാക്കാൻ നോക്കുന്നത് ഞാനിവിടെ. കുറേ നമ്മൾ ഓൾഡ് ആയിട്ടുള്ള കുറേ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റി പിടിച്ച് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഡിഷസ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ വെണ്ടയ്ക്ക പച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം പാനിലോട്ട് എണ്ണ ഒഴിച്ചിട്ട് വെണ്ടയ്ക്ക വട്ടത്തിലരിഞ്ഞ് കുറച്ച് കട്ടിക്കരിയണേ. വെണ്ടയ്ക്ക വട്ടത്തിലരിഞ്ഞത് നമ്മൾ പാനിലിട്ട് ഒരു പൊടിയൊന്നും ചേർക്കാതെ തന്നെ നമ്മൾ ഫ്രൈ ആയിട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ഒരു കൊഴുപ്പ് അങ്ങനത്തെ സംഭവങ്ങളില്ല, അതങ്ങ് മാറിക്കിട്ടും. അതിന് വേണ്ടിയാണ് നമ്മളിവിടെ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ തിരിച്ചും മറിച്ചിട്ട് കുറച്ച് നേരം തന്നെ അത് വേവിച്ച് അതൊന്ന് ഫ്രൈ ആയിട്ടെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഇത് കാണാം. അപ്പോൾ ഒരു കളർ മാറി വരുമ്പോൾ തന്നെ ഉണ്ടോ, ഈ ഒരു കളർ ആകുമ്പോൾ തന്നെ ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മളിനി ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള കൂട്ട് തയ്യാറാക്കണം. അപ്പോൾ നമ്മളിവിടെ തേങ്ങ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ തേങ്ങയുടെ കൂടെ തന്നെ നമ്മൾ 1 ടീസ്പൂൺ കടുകും കൂടി ആഡ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് പച്ചമുളക്, ഞാൻ ഇവിടെ വേറെ മുളകൊന്നും യൂസ് ചെയ്യുന്നില്ല, പച്ചമുളക് 3 എണ്ണം എടുത്തിട്ടുണ്ട്. അതിൽ കൂടെ ഞാൻ കുറച്ച് തൈരും കൂടി ഒഴിച്ചിട്ടുണ്ട് ഒരു അരപ്പിന് വേണ്ടിയിട്ട്. എന്നിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഇനി നമുക്ക് കറി വെക്കാനുള്ള പാനിലോട്ട് ഫ്ലെയിമൊന്നും ഓണാക്കിയിട്ടില്ല, വെണ്ടയ്ക്ക പൊരിച്ചത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അരപ്പും കൂടി ചേർത്തിട്ട് ഇളക്കിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മളിതൊന്ന് വേവിച്ചെടുക്കുന്നു. ഈ ഒരു വെണ്ടയ്ക്കും ഈ നമ്മൾ അരച്ച് വെച്ച അരപ്പും കൂടിയിട്ട് ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ചെറിയ തീയിലിട്ടിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കും. ഇനി തീയിട്ട് വേവിച്ച് നല്ലപോലെ ഇളക്കി അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ തേങ്ങയുടെയും ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നവരെ, കടുകിൻ്റെ ഒക്കെ പച്ചമണം മാറുന്നവരെ നമ്മളൊന്ന് വേവിച്ച് ആ മണം മാറ്റി എടുത്തിട്ട് അതിനുശേഷം നമുക്കിനി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിലോട്ട് ആവശ്യത്തിന് തൈര് ആഡ് ചെയ്യുക. അപ്പം ഞാനിവിടെ 1 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് തൈര് അതിനകത്തോട്ട് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാൻ കേട്ടോ. കാരണം നമ്മൾ തൈരോ മോരോ എന്ത് ഒഴിച്ച് കഴിഞ്ഞാലും പിന്നെ അത് പിരിയാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ തീ കത്തിക്കരുത്. അപ്പം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം തൈര് ആഡ് ചെയ്യുക. എന്നിട്ട് ആ ചട്ടിയുടെ ചൂടിനകത്ത് കിടന്ന് ഇതൊരു മിക്സ് ചെയ്യുക. അപ്പം മിക്സിങ് ചെയ്യുമ്പോൾ തന്നെ നല്ല മണം വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് കൂടുതലും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഉപ്പ് നിങ്ങൾക്ക് ആവശ്യത്തിന് ഇപ്പോൾ വേണം ചേർക്കാനായിട്ട് കേട്ടോ. ഞാൻ ഒന്നിലും ഉപ്പ് ചേർത്തിട്ടുണ്ടായില്ല, ഞാൻ അവസാനമാണ് ഉപ്പ് ചേർത്തത്. അപ്പം മറക്കണ്ട ഉപ്പ് ചേർക്കാനായിട്ട്. ഇനി നമ്മൾ കുറച്ച് നേരത്തിന് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിലോട്ടുള്ള താളിപ്പ് റെഡിയാക്കാം. അപ്പം നമ്മൾ കടുക് പൊട്ടിച്ചു, അതിനുശേഷം വറ്റൽമുളക്, കറിവേപ്പില ഇത്ര ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുത്തിട്ട് നമ്മൾ താളിപ്പ് അതിനകത്തോട്ട് ഒഴിക്കുമ്പോൾ ഒരു സ്മെല്ലുണ്ട്. അപ്പോൾ നമുക്ക് കഴിക്കാനൊക്കെ ഉള്ള ഒരു ക്യൂരിയോസിറ്റി വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് കൂടുതലും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു പച്ചടി. സാധാരണ നമ്മൾ വെള്ളരിക്ക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചാണ് പച്ചടി റെഡിയാക്കാറ്. ഇത് കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി. കാരണം വെണ്ടയ്ക്ക് ഞാൻ അധികം കഴിക്കാത്തതുകൊണ്ട് ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ കുറേ ചോറുണ്ടായിരുന്നു. അപ്പോൾ ഈ ഓണത്തിന് നിങ്ങളെല്ലാവരും ഇതുപോലത്തെ വെറൈറ്റി ഐറ്റംസ് ചേർക്കുക. പിന്നെ ഈ താളിപ്പ് ചേർത്തതിന് ശേഷം കുറച്ച് നേരം അടച്ചു വെച്ചതിന് ശേഷം നമ്മളത് ഉപയോഗിക്കാവോ, എന്നാലും അതിനൊരു കറിയുടെ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ കേട്ടോ. അപ്പം എല്ലാവരും ഈ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ടാക്കുക. ഇനിയും ഓണത്തിൻ്റെ പുതിയ റെസിപ്പികൾ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ അങ്ങനത്തെ വീഡിയോ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് വരത്തുള്ളൂ. അപ്പം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പം മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. ബൈ.